സമൂഹത്തിൽ ഇത്ര വിഷയമാവാൻ എന്താണ്? നാളെ എനിക്കൊക്കെ ഒരാളോട് കലിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ കരിയർ തീർക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പേരിൽ ഒരു ഗർഭ കേസ് ഉണ്ടാക്കിയാൽ മതി. ഒരു പെണ്ണുങ്ങൾ കൊണ്ട് ഒന്നും വേണ്ട, ഒരു ചാറ്റ് പുറത്ത് വന്നാൽ മതി. ഒരു ചാറ്റൊക്കെ മൊബൈലിൽ നിന്ന് ഉണ്ടാക്കാൻ ഒരുപാട് പേരൊന്നും ആലോചിച്ച് നോക്കുക. ഒരു ചാറ്റ് ഉണ്ടാക്കുക, ഒന്നും വേണ്ട, ചാറ്റ് ഉണ്ടാക്കണ്ട, അങ്ങനെ ചാറ്റ് ക്രിയേറ്റ് ചെയ്യണ്ട. ഒരാളോട് ഹണി ട്രാപ്പ് ചെയ്താൽ പോരെ. ഒരാൾ ഹണി ട്രാപ്പ് ചെയ്ത് കുടുക്കിക്കഴിഞ്ഞാൽ ആ ഹണി ട്രാപ്പ് പെടുത്തിയവനല്ലേ പ്രശ്നമാവേണ്ടത്? അത് സംസാരിച്ചവനാണോ? എല്ലാവർക്കും താല്പര്യമുള്ളല്ലോ. ആർക്കും ഇവിടെ ലൈംഗികമായിട്ട് താല്പര്യമില്ലാത്ത ആർക്കും താല്പര്യമുണ്ട്. ഒരു പെണ്ണ് ഇങ്ങോട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആരാണ്, ഏത് പുരുഷനാണ് പോകാത്തത്? അപ്പം അവരെ കുടുക്കിയിട്ട് അത് വിഷയമായി കഴിഞ്ഞ് ഇപ്പം മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റവും വലിയ വിഷയമായിട്ട് പൊക്കിക്കൊണ്ട് വന്നത് റിപ്പോർട്ടർ ചാനലാണ്. അവർക്ക് വേറെ ന്യൂസൊന്നും ഇല്ല. അവർക്കൊരു ന്യൂസ് ഉണ്ടാക്കണം. അവർ എന്താണ് പറയുക, റേറ്റിംഗ്. കാരണം ഇതിറക്കി കഴിഞ്ഞാൽ ആൾക്കാർ കാണും. വേറെ ഒന്നില്ല, ആളുകൾ കുത്തിയിരുന്ന് കാണും. ഇത് വന്നു കഴിഞ്ഞാൽ കാണും. പണ്ട് ദിലീപിൻ്റെ കേസ് വന്നപ്പോൾ ഇതുപോലെയായിരുന്നു. ദിലീപിൻ്റെ കേസ് വന്നപ്പോഴത്തേക്ക് പ്രൈം ടൈം ചാനലുകളുണ്ടല്ലോ, ബാക്കി സീരിയല്, ബാക്കി എൻ്റർടൈൻമെൻറ്റ് ചാനലുകളെക്കാൾ റേറ്റിംഗ് ന്യൂസ് ചാനൽ വന്നു. പിന്നെ അവരെങ്ങനെ കളയും? എല്ലാ ദിവസവും ഈ വാർത്ത ദിലീപ് ചെയ്തു ഇല്ലെന്നുള്ളതല്ല, അവൻ ചെയ്ത് കാണും. ദിലീപ് ചെയ്തു ഇല്ലെന്നുള്ളതല്ല, ഇതാ എൻ്റർടൈൻമെൻറ്റ് ചാനലിലേക്ക് റേറ്റിംഗ് വന്നൊരു വിഷയം. അപ്പം പിന്നെ ആൾക്കാർ കളയും. ഇതാണ് ഈ പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ റേറ്റിംഗ് ആണ്. അതിന് ചാനലുകാരുടെയൊക്കെ പിന്നെ കവലപ്രസംഗമൊക്കെ കേൾക്കുമ്പോഴാണ് ഇവരുടെ ഭയങ്കര അവരുടെ ജനാധിപത്യ ബോധവും അവരുടെ ധാർമ്മികതയൊക്കെ കേൾക്കുമ്പോഴാണ്. ഒരു ചാനൽ, പുതിയതായിട്ടൊരു ചാനൽ ലോഞ്ച് ചെയ്തത് തന്നെ ഒരു ഹണി ട്രാപ്പ് നടത്തിയിട്ടാണ്. അവർ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അവർ പറഞ്ഞു ഞങ്ങളിതാ ഒരു വലിയ സാധനം പുറത്തുവിടാൻ പോകുന്നു. ആദ്യത്തെ ഫസ്റ്റ് ന്യൂസ് തന്നെ ഒരു മന്ത്രിയുടെ ഇതുപോലത്തെ പെണ്ണ് കേസ് കഥ, ഒരു ലൈംഗിക കഥയാണ് ഇറക്കിയിട്ടാണ് അവന്മാർ ലോഞ്ച് ചെയ്യുന്നത്. കാരണം അപ്പോൾ അത് ഭയങ്കര റേറ്റിംഗ് കിട്ടുമെന്നറിയാം. പക്ഷെ അത് ചീറ്റിപ്പോയി എന്നുള്ള വേറെ കാര്യം. പക്ഷെ എങ്കിൽ പോലും ലോഞ്ച് ചെയ്തത് ഇതാണ്, പെണ്ണ് കേസ്. എന്തുകൊണ്ട് ആ മന്ത്രിയെ ഒരു ഹണി ട്രാപ്പ് വെച്ച് ഒരു മാധ്യമപ്രവർത്തക തന്നെ പോയി ഇങ്ങനെ സംസാരിച്ച് അയാളെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് അത് വിഷയമാക്കിയേക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ കേസ്. ഇതാണ്. ഒരുത്തന്നെ കൊന്നാൽ ഇവിടെ കേസില്ല. കൊന്നവൻ പ്രതിയായി 10 പേരെ കൊന്നിട്ട് പ്രതിയായിട്ട് നടന്നാലും ഒരു കേസില്ല. ആ ഗൂഢാലോചന പങ്കെടുത്തൊന്നും ആരോപണം വന്നാലും കേസില്ല, വിഷയമില്ല.